ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ എങ്ങനെ പെർഫോം ചെയ്തു, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തതും അല്ലാതെ എൻ്റെ ഓൺ റെക്കമെൻഡേഷനിൽ ഇനി ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വീഡിയോയിൽ അടക്കം ഈ ഒരു മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു നോക്കാം. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഭയങ്കര ക്രാഷിലായിട്ട് പോയി. അപ്പോൾ നിഫ്റ്റി ഹയസ്റ്റ് ഡൗൺ ആണെന്ന് പറയാം ഈ ഒരു ഇയറിൽ തന്നെ. ഏകദേശം 506 പോയിൻറ്റ്സ് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ 21,600 ഒക്കെ രാവിലെ എത്തും എന്ന് വിചാരിച്ചു. പക്ഷേ ആഫ്റ്റർ 1 PM നോക്കിയാൽ നല്ല ഒരു ക്രാഷ് വന്നു. സോ തുടർന്ന് ഡൗൺ ആണുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഷോർട്ട് കവറിങ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഗ്യാപ്പ് അപ്പ് ആകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബട്ട് എങ്ങനെ മാർക്കറ്റ് ഇനി നെക്സ്റ്റ് പോകും എന്നുള്ളത് വി ഹാവ് ടു വെയിറ്റ് ടിൽ മൺഡേ, എന്നാലേ നമുക്കൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ കുറച്ച് റിക്കവറി വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് മോഡിൽ തന്നെയാണ് രണ്ടും, ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി. ഓക്കെ, നിഫ്റ്റി 21,150 ആൻഡ് സെൻസസ് 931 പോയിൻറ്റ്സ്. ഓൾമോസ്റ്റ് ഇന്ത്യ വിക്സ് മാത്രമാണ് പോസിറ്റീവ് ചെയ്തത്. ബാക്കി നിഫ്റ്റി, നെക്സ്റ്റ് 50, മിഡ് ക്യാപ്പ്, എല്ലാ സ്മോൾ ക്യാപ്പ് എല്ലാം ഡൗണിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിൽ വോളറ്റാലിറ്റി കൂടുതലായതുകൊണ്ട് അതിലധികം ഇൻവെസ്റ്റ് ചെയ്യാതെ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ലാർജ് ക്യാപ്പ് ആകുമ്പോൾ വോളറ്റാലിറ്റി കുറവായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ മാർക്കറ്റ് ക്രാഷ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഹൈ വോളറ്റാലിറ്റി ആയിരിക്കും ഈ ഒരു സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിൽ. ബട്ട് ലാർജ് ക്യാപ്പ് ആകുമ്പോൾ അത്ര വോളറ്റൈൽ ആവത്തില്ല. നിഫ്റ്റി മീഡിയ 5% ഡൗൺ ആയി. PSU ബാങ്ക് 4%. ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സും ഡൗണിൽ തന്നെയാണ്. BSE മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഒക്കെ 3% വെച്ച് താഴേക്ക് പോയിട്ടുണ്ട്. ഓൾ സെക്ടേഴ്സും റെഡിലാണ് ഇന്ന് ട്രേഡ് ആയിരിക്കുന്നത്. ഓക്കെ, സോ മേ ബി ഈ ഒരു FI സെല്ലിങ് എക്സ്മസ് ടൈം ആകേണ്ടതുകൊണ്ട് ഈ ഒരു FI സെല്ലിങ്സ് പോകുന്നു. പിന്നെ കോവിഡ് കേസസ് ഉയരുന്നത്, ഇതെല്ലാം എന്ത് ചെയ്യാം, മാർക്കറ്റ് താഴെ പോയതിൻ്റെ കാരണങ്ങളായിരിക്കാം. ഓക്കെ, 800 പോയിൻറ്റ്സ് ആണ് സെൻസസ് ഡൗൺ ആയത്. നിഫ്റ്റിയും അതുപോലെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് താഴെ പോയി. ഓക്കെ, നെഗറ്റീവ് സിഗ്നലാണ്, ഇനി തുടരും എന്നാണ് തോന്നുന്നത്. ബട്ട് വി ഹാവ് ടു വെയിറ്റ്. ഓക്കെ, ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ മാർക്കറ്റ് ക്രാഷ് ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബട്ട് ട്രേഡേഴ്സ്, സ്വിംഗ് ട്രേഡേഴ്സിനാണ് ഇതൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. ബട്ട് സ്വിംഗ് ട്രേഡും നമുക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ഇട്ട് എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്വിംഗ് ട്രേഡർ ഇൻവെസ്റ്ററായിട്ട് മാറാം. അതൊക്കെയാണ് നമുക്കിപ്പോൾ, അല്ലെങ്കിൽ ആവറേജ് ചെയ്യുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ലാസ്റ്റ് വീക്കിൽ അതിന് മുന്നത്തെ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ എങ്ങനെ പെർഫോം ചെയ്തു നോക്കാം. അപ്പോൾ ഇന്ന് ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് ONGC ആണ്. അദാനി പോർട്സ് ബിഗ്ഗസ്റ്റ് ലൂസറായി. ബെസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ നിഫ്റ്റി FMCG ആൻഡ് വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി PSU ബാങ്കും ആകുന്നു. ഓക്കെ, സോ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ സോളാർ ഇൻഡസ്ട്രി, ഇന്ന് എല്ലാ മിക്ക സ്റ്റോക്കിലും താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ ഇന്ന് ഡൗണിൽ തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഒരു ഹോപ്പ് ഉണ്ട്, ഇനിയും പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ ടൈം ഫ്രെയിം പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വിംഗ് ട്രേഡിങ്ങിന് 2 weeks to 1 month ആണ് ടൈം ഉള്ളത്. സോ നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച്. 11% പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ദെൻ ഇന്ത്യ മാർട്ട് ഇന്റർമെഷ് 2,681, 4.57% ആണ്. സോ ഇനിയും താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, എക്സിറ്റ് ആയിക്കൊള്ളുക. ദെൻ ശില്പ മെഡിക്കെയർ ഒന്നും എൻട്രി കിട്ടിയില്ല. ഓക്കെ, അതുപോലെ ലെമൺ ട്രീ ഇന്ന് ഓൾ ക്യാൻഡിൽസും ഡൗൺ ആയിട്ട് പോയി. നല്ല പെർഫോം ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു. പെട്ടെന്ന് തന്നെ 5% അടുപ്പിച്ച് താഴേക്ക് പോയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് VEDL. സോ 251 റുപ്പീസിൽ കറണ്ട്ലി ട്രേഡ് ചെയ്യുന്നു. 285 വരെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ 5 സ്റ്റോക്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു ഡിസ്ക്ലൈമർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത്
ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. സോ നിങ്ങളും കൂടി അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം മാർക്കറ്റ് ക്രാഷ് ആയതുകൊണ്ട് ചിലപ്പോൾ ഈ സ്റ്റോക്ക് നാളെ താഴെ പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ടൈം ഫ്രെയിം നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് പറയുമ്പോൾ 2 weeks to 1 month ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സുപ്രീം ഇൻഡസ്ട്രീസ്. സുപ്രീം ഇൻഡസ്ട്രീസ് ഈ ഒരു സ്റ്റോക്ക് 4638 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 4797, ഏകദേശം 13 to 14% വരെ പോകാൻ സാധ്യതയുണ്ട്. 5500 വരെ പോകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഹാഡ്സൺ അഗ്രോ. ഹാഡ്സൺ അഗ്രോ പ്രോഡക്റ്റ് ആണ്. സോ ഹാഡ്സൺ അഗ്രോ 1124 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 1300 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ 15% ആണ് റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 760 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 763 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുമ്പോൾ 840 വരെ പോകാൻ സാധ്യതയുണ്ട്. 10% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ കല്യാൺ ജുവലേഴ്സ്. ഓക്കെ, ഫെസ്റ്റിവൽ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ടൈം, സോ അതുകൊണ്ട് ഈ സ്റ്റോക്കിന് ഡിമാൻഡ് ഉണ്ട്. 322 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 380 വരെ പോകാൻ സാധ്യതയുണ്ട്. 15 to 16% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ സുന്ദരം ഫാസ്റ്റനേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. ദാറ്റ് ഈസ് 1248 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1260 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1500 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ 18 to 19% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ ടോപ്പ് ബ്രോക്കറേജസ് ഏതൊക്കെ സ്റ്റോക്കിലാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു 10 സ്റ്റോക്കിൽ ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഫസ്റ്റ് വരുന്നത് ആർത്തി ഡ്രഗ്സ്. ഈ ഒരു സ്റ്റോക്കാണ് 495 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 540 വരെ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രഭുദാസ് ലീലാധർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സിയാറ്റ് 2319 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2750 വരെ പോകുമെന്ന് JM ഫിനാൻഷ്യൽസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ 1 month ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 2 weeks to 1 month. ഓക്കെ, ദെൻ അപ്പോളോ ടയേഴ്സ് 431 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 475 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതും JM ഫിനാൻഷ്യൽസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. ദെൻ ഡിക്സോൺ ടെക്നോളജീസ് 6269 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. JM ഫിനാൻഷ്യൽ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 7215 വരെ പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് സാറ്റിൻ ക്രെഡിറ്റ് കെയർ നെറ്റ്വർക്ക്. ഇന്ത്യൻ ബാങ്ക്. ഓക്കെ, ഇന്ത്യൻ ബാങ്ക് നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത് ഇപ്പോൾ കറൻ്റ്ലി 429 റുപ്പീസ് 525 വരെ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് മോട്ടിലാൽ ഒസ്വാൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് ഇന്ത്യൻ ബാങ്ക്. ഇൻ്റർനെറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ലേറ്റ് ആവുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് കാനറ ബാങ്ക് ആണ്. ഓക്കെ, കാനറ ബാങ്ക് 425 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 550 വരെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, കാനറ ബാങ്ക്. ദെൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നെക്സ്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. മോട്ടിലാൽ ഒസ്വാൾ ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ 116 റുപ്പീസിലാണ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. 150 വരെ പോകാൻ സാധ്യതയുണ്ട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ദെൻ വീനസ് പൈപ്സ് ആൻഡ് ട്യൂബ്സ്, അതാണ് നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത്. ആനന്ദ് രതി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 1314 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 1700 വരെ പോകാൻ സാധ്യതയുണ്ട്. വീനസ് പൈപ്സ് ആൻഡ് ട്യൂബ്സ്. ഓക്കെ, സോ 1314 1700 വരെ പോകും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഹിന്ദുസ്ഥാൻ കോപ്പർ ICICI ഡയറക്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്.
ഓക്കെ. സോ 196 റുപ്പീസിൽ കറൻറ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 202 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 10 സ്റ്റോക്കിലാണ് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നുമെങ്കിൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടും ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതും കൂടി ചെക്ക് ചെയ്യുക. നാളത്തെ ട്രേഡിംഗ് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.